ഗേൾസിന് IIT കിട്ടാനാണ് കൂടുതൽ ചാൻസ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? IIT, NIT പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തിനു പഠിക്കണം? സോ ഇതിനൊക്കെയുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മൈസെൽഫ് ലതീദ നസ്രീൻ, BTech ഫ്രം NIT കാലിക്കറ്റ് ആൻഡ് MTech ഫ്രം IIT മദ്രാസ്. സോ ഞാൻ ഇപ്പോൾ XandYയുടെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാത്സ് ഫാക്കൽറ്റി കൂടിയാണ്. ഈ ഒരു ഫീൽഡിൽ എനിക്ക് 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. PC തോമസ് ക്ലാസ്സസിൽ ഞാൻ NTSE ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോച്ച് ഇന്ത്യ എന്ന് പറയുന്ന തൃശ്ശൂരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ JEE കോച്ചിങ് നടത്തിയിട്ടുണ്ട്. ആൻഡ് 2 തവണ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് LSDDയിൽ നിന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എനിക്ക് ഓഫർ വന്നിട്ടുണ്ട്. പക്ഷേ മാത്സിനോടുള്ള പാഷനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കാരണം ഞാനിവിടെ XandYയുടെ മാത്സ് ഫാക്കൽറ്റി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ഇപ്പൊ എനിക്ക് പ്രൗഡ് ആയിട്ട് പറയാം, ഐ ആം ആൻ IITian ആസ് വെൽ ആസ് ആൻ NITian. സോ ഞാൻ PC തോമസ് ക്ലാസ്സസിൽ അവിടെയാണ് എൻ്റെ +1 +2 എൻട്രൻസ് കോച്ചിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ ആ സമയത്താണ് IITയെ കുറിച്ചും NITയെ കുറിച്ചൊക്കെ ഞാൻ കേൾക്കുന്നത് തന്നെ. നിങ്ങളെപ്പോലെ ഫൗണ്ടേഷൻ കോഴ്സസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. സോ ആ ഒരു കാലഘട്ടത്തിലാണ് IIT, NIT എന്നുള്ള വേർഡ് കേൾക്കുന്നത് തന്നെ ആ സമയത്താണ്. അപ്പോൾ ഞാൻ അവിടെ നമുക്ക് എക്സാംസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. IIT ബേസ്ഡ് ആയിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു PC തോമസ് ക്ലാസ്സസിൽ. അപ്പോൾ അവിടുത്തെ മോക്ക് എക്സാം എഴുതുമ്പോൾ തന്നെ ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു, നമുക്ക് IIT ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ ഫൈനലി ഒരു NIT എങ്കിലും എത്തിപ്പറ്റി. റൈറ്റ്? NITയും എന്താണ്, ഒട്ടും മോശമൊന്നുമല്ല, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. കേരളത്തിലത്തെ നമ്പർ 1 പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ഒരു 300 acres ഉണ്ട് അതിൻ്റെ ഒരു വലിയ ക്യാമ്പസ് ആണ് NIT എന്ന് പറയുന്നത്. സോ IIT എത്താൻ പറ്റിയില്ല. സോ ഞാൻ NIT ആണ് പിന്നെ ചൂസ് ചെയ്തത്. സോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഇത് NITയിൽ നമ്മൾ കയറിയ ഉടനെ കാണുന്ന ഒരു വ്യൂ ആണിത്. അപ്പൊ NITയിൽ കയറിയ ഉടനെ തന്നെ നിങ്ങൾക്ക് 2 ഭാഗത്തും മരങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വ്യൂ ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതിനെ രാജ്പത്ത് എന്നാണ് പറയാ. സോ ഇതിന്റെ ഇവിടെ ആയിട്ട് ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇങ്ങനെയുള്ള ക്യാമ്പസുകളിൽ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ കമ്പ്യൂട്ടർ സെന്റർ ഉണ്ട്. NITയിലുള്ള കമ്പ്യൂട്ടർ സെന്റർ ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊന്നും എനിക്ക് ലാപ്ടോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ഇവിടെയൊക്കെയാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യാനും അതിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സെന്റർ ആണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ലൈബ്രറി പ്ലസ് നോർമൽ ലൈബ്രറി, അങ്ങനെയുള്ള ഒരു സെൻട്രൽ ലൈബ്രറി ഉണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ്, നാഷണൽ ലെവലിലുള്ള എക്സാം ആണ് അല്ലേ? സോ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടാവും അല്ലേ? അപ്പം നമ്മുടെ ഇവിടെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അപ്പം ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ നോൺ മല്ലൂസ് ആയിട്ടുള്ളവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ്, ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ആവും. ആൻഡ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് IIT ആവട്ടെ NIT ആവട്ടെ രണ്ടും എന്താണ്, ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടുത്തെ എക്സാംസ്, അവിടുത്തെ സിലബസ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള നമ്മൾ കേരളത്തിലുള്ള കോളേജുകളിലൊക്കെ എപ്പോഴും പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് നമ്മുടെ എക്സാം ഒക്കെ പോസ് ആയി പോകും അല്ലേ? പക്ഷെ ഇവിടെ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ നമ്മുടെ എക്സാംസ് അവർ നേരത്തെ ഒരു അക്കാഡമിക് കലണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അക്കാഡമിക് കലണ്ടറിൽ ഇന്ന ഡേറ്റിലാണ് നമുക്ക് ടെസ്റ്റ് 1 ഉണ്ടാവുക, ടെസ്റ്റ് 2 ഉണ്ടാവുക, ആൻഡ് ഫൈനൽ എക്സാം ഈ സമയത്തായിരിക്കും, സെം 1 എക്സാം ഈ സമയത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഡേറ്റിന് തന്നെ നമ്മുടെ എക്സാംസുകളൊക്കെ നടക്കും. അപ്പം നമുക്കൊരു ലാഗ് ഒന്നും ഇവിടെ പോയാൽ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ സ്റ്റഡീസിനെ ഒരിക്കലും അത് ബാധിക്കില്ല. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അക്കാഡമിക്സിന് പുറമെ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിന് കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. സോ അതിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെയുള്ള ക്ലബ് ആക്ടിവിറ്റീസ്. ഒരുപാട് തരം ക്ലബ്ബുകൾ ഉണ്ടാവും. മാത്സ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ്, അതുപോലെ സ്പോർട്സ് ഇഷ്ടമുള്ളവർക്ക് സ്പോർട്സ് ക്ലബ്ബ്. അങ്ങനെ നമ്മുടെ ഒരു അഭിരുചി അനുസരിച്ച് നമുക്ക് ഏത് ക്ലബ്ബ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഇത് കണ്ടക്ട് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ എന്താണ്, സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സ്കില്ല്, അങ്ങനെ ഓർഗനൈസ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്കില്ലൊക്കെ നമുക്ക് ഡെവലപ്പ് ആവും. അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ ഇവന്റ്സ് ആണ്, NIT കാലിക്കറ്റിലെ മെയിൻ ഇവന്റ് ആണ് എന്താണ്, രാഗവും തത്വയും. അതായത് കൾച്ചറൽ ഇവന്റ് ആണ് രാഗം ആൻഡ് ടെക്നിക്കൽ ഇവന്റ് ആണ് തത്വ. സോ ഇവിടെ പുറത്തുനിന്നുള്ള കോളേജിൽ നിന്നൊക്കെ നമുക്കിവിടെ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരും. സോ അവരെ ഹോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മളായിരിക്കും.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും, അതായത് എല്ലാ ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനും ഫോർത്ത് ഇയേഴ്സിനും ഒക്കെ വർക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ എല്ലാവരും ആ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് മാറും. സോ അതൊക്കെ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. ആൻഡ് അതുപോലെ ഇവിടെ പഠിക്കുന്ന സമയത്ത് തേർഡ് ഇയറിന്റെ ആ ഒരു വെക്കേഷനിൽ സമ്മർ ഇന്റേൺഷിപ്പിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് IIT മദ്രാസിൽ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഇന്റേൺഷിപ്പ് കിട്ടിയത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് അടിപൊളി ക്യാമ്പസ് ആയിരുന്നു IIT. സോ എനിക്ക് എന്താണ്, വീണ്ടും അന്ന് എനിക്ക് IITയിൽ എത്താൻ പറ്റിയില്ല അല്ലെ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് IITയിൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ എനിക്ക് വീണ്ടും ആ ക്യാമ്പസ് കണ്ടപ്പോഴും അവിടുത്തെ ഫെസിലിറ്റീസ് കണ്ടപ്പോഴൊക്കെ ഒന്ന് IITയിൽ പഠിച്ചാൽ കൊള്ളായിരുന്നു എന്നുള്ള ഒരു മോഹം വീണ്ടും വന്നു. സോ NIT കഴിഞ്ഞ ഉടനെ ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഉടനെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ മോട്ടിവേറ്റഡ് ആയിരുന്നു. എനിക്ക് എന്താണ് IIT കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഒട്ടും ഫോക്കസ് കളയാതെ ഞാൻ ഗേറ്റിന് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഒരു IITian ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് IITയിൽ പോയാൽ അവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും അവിടുത്തെ എക്സ്പോഷറും ഒക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഹി വാസ് വെരി സപ്പോർട്ടീവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. സോ ഞാൻ IITയിൽ നിന്ന് MTech കംപ്ലീറ്റ് ചെയ്തു. സോ ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ മൊമെന്റ് ഫോർ മീ. ആൻഡ് ഇതെൻ്റെ ഉപ്പയാണ്. ഉപ്പ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ബിക്കോസ് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ 3 പെൺകുട്ടികളെയും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഉപ്പ ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ഹിം. ആൻഡ് ഇതാണ് എൻ്റെ സപ്പോർട്ടീവ് ഫാമിലി. ഇത് ഹസ്ബൻഡ്, ഇത് എൻ്റെ മോന്, ആൻഡ് ഇത് മദർ ഇൻ ലോ ആണ്, ആൻഡ് ഇത് ഹസ്ബൻഡ് ഉപ്പയാണ്. സോ ഇങ്ങനെയുള്ളൊരു സപ്പോർട്ടിങ് ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു എൻ്റെ ഒരു ആഗ്രഹം, അത് IIT എത്തണം എന്ന ഒരു ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, വൈ ഷുഡ് വി ജോയിൻ ഇൻ IIT, NIT ഓർ സിമിലർ ഇൻസ്റ്റിറ്റ്യൂട്ട്? അപ്പൊ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ മെയിൻ കാരണം എന്താ, നമ്മൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ജോബ് വേണമല്ലേ. നമ്മൾ ഇത്രയും പഠിക്കുന്നത് എന്താ, നമുക്കൊരു നല്ല ജോബ് എത്തണം. നല്ല ജോബ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ, നല്ല ഇൻകം ഉണ്ടാവണം, നല്ല സാലറി ഉണ്ടാവണം അല്ലേ. സോ ഇങ്ങനെയുള്ള ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ല പ്ലേസ്മെന്റ് ഉണ്ടാവും വിത്ത് ഹൈ പേ ചെക്ക്, റൈറ്റ്? സോ അത് തന്നെയാണ് ഒന്നാമത്തെ റീസൺ. ആൻഡ് ഈ ക്യാമ്പസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്യാമ്പസ് ആണ്. ഇപ്പൊ ഞാൻ IITയുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ബിക്കോസ് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ചല്ലേ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക അല്ലെ. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും അവസ്ഥകൾ. സോ IIT എന്ന് പറയുന്നത് ഒരു 630 ഏക്കറോളം ഒരു വലിയ ക്യാമ്പസ് ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ മാനും കുരങ്ങും ഒക്കെ കാണാം. ഇതൊരു ഗിണ്ടി നാഷണൽ പാർക്കിന്റെ ഒരു ഭാഗമാണ് ഈ IIT. സോ കുറേ ഏരിയാസ് ഒക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് കുറച്ച് ഏരിയാസിലാണ് അവിടെ ബിൽഡിങ്സ് ഒക്കെ ഉള്ളത്. സോ ശരിക്കും പറഞ്ഞാൽ ഒരു കാട് തന്നെയാണ്. കാടിനെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്ത് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതായത് അവിടെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ വെച്ച് അതിനെ ഒരു അടിപൊളിയാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഇത് വലിയ ഒരു ക്യാമ്പസ് ആണല്ലോ. സോ ഇവിടുന്ന് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റിൽ പോകാനും ഹോസ്റ്റലിൽ നിന്ന് മെസ്സിലോട്ട് പോകാനും ഒക്കെ നമ്മൾ കുറെ യാത്ര ചെയ്യേണ്ടി വരും. സോ അവിടെയൊക്കെ നമ്മൾ സൈക്കിളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു സൈക്കിൾ ഉണ്ടാവും. അത് കൂടാതെ തന്നെ IITയുടെ അകത്ത് ഉള്ള IITയുടെ ക്യാമ്പസിന്റെ അകത്തുള്ള ഒരു ബസ് സർവീസും നമുക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് ഞാൻ ഇന്റേൺഷിപ്പിന് IIT മദ്രാസിൽ പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ക്യാമ്പസിൽ പോകുന്നത്. അപ്പോൾ നമുക്കധികം അറിയില്ല ഇവിടുത്തെ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് അറിയില്ല അല്ലെ. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവരെനിക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ തന്ന് എൻ്റെ റൂമിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ സ്റ്റെയർ കേസ് കയറി പോകുന്ന സമയത്ത് ഒരു കുരങ്ങൻ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാനൊന്ന് പേടിച്ചു. പിന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ആ കുരങ്ങൻ കുറേ കുരങ്ങന്മാരെയും കൂടി കൂട്ടി ഒരുമിച്ച് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. കാരണം എൻ്റെ കയ്യിൽ ഫുഡ് ഐറ്റം ഉണ്ട്. അപ്പോൾ ആ ഫുഡ് ഐറ്റം ചോദിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പം ഞാൻ ഒറ്റ കരച്ചിലായിരുന്നു അവിടുന്ന്. എന്നിട്ട് അവിടെയുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചേച്ചി വന്ന് അവരെയൊക്കെ ഓടിച്ചു വിട്ടു. പിന്നെ ഞാൻ ഒരിക്കലും ആ വഴി കൂടെ ഫുഡ് ഐറ്റംസ് ആയിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോവാറില്ല. സോ അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പം നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.
ആൻഡ് പിന്നെ ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വലിയ ക്യാമ്പസ് ആണ്. സോ നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു കേന്ദ്രീയ വിദ്യാലയം, അതായത് CBSE ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളും ഉണ്ട് ഇതിനകത്ത് തന്നെ. പ്ലസ് ഇതാണ് എൻ്റെ ഹോസ്റ്റൽ കേട്ടോ. ഇതാണ് ഞാൻ MTech ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റൽ. തുങ്ക ഹോസ്റ്റൽ എന്നായിരുന്നു പേര്. ആൻഡ് ഇത് അവിടുത്തെ ഹോസ്റ്റലുകളൊക്കെ നെയിം ചെയ്യുന്നത് അതായത് ഇന്ത്യയുടെ ഓരോ റിവർ നെയിംസ് ആണ് അവിടുത്തെ ഹോസ്റ്റലുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം ഒരു 20 ഹോസ്റ്റൽസ് ഉണ്ട്. അതിൽ 15 ഹോസ്റ്റൽസ് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ്, 5 ഹോസ്റ്റൽസ് ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്. സോ ഫീമെയിലിന്റെ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ലൈബ്രറി ഉണ്ട്. അടിപൊളി ലൈബ്രറിയാണ്. അപ്പൊ NITനേക്കാളും എത്രയോ വലിയ ലൈബ്രറിയാണ്. ഇതിൽ 5 ഫ്ലോർസ് ഒക്കെ ഉണ്ട് ഈ ലൈബ്രറിയിൽ. സോ അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആണ് അവിടെ. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ക്രിക്കറ്റ് ഗ്രൗണ്ട്, സ്വിമ്മിംഗ് പൂള്, പിന്നെ സ്റ്റേഡിയം, ജിമ്മ് ആൻഡ് ഫുട്ബോൾ ഗ്രൗണ്ട്, അങ്ങനെ അടിപൊളി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് IIT എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടോ, ഇത് ഓപ്പൺ എയർ തിയേറ്റർ ആണ്. ഇവിടെ ഒരു 6000+ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇടയ്ക്ക് നമ്മൾ പുതിയ റിലീസ് ചെയ്യുന്ന ഫിലിം ഒക്കെ ഇവിടെ പ്ലേ ചെയ്യും. ഓക്കെ, സോ ഇവിടെ അക്കാഡമിക്സ്, അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക്സ് മാത്രമല്ല, അതിന് പുറമെ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഇങ്ങനെയുള്ള ക്യാമ്പസിൽ പഠിച്ചു കഴിയുമ്പോൾ കിട്ടും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് നന്നായി പഠിക്കണം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരു IIT നെറ്റ്വർക്ക്, അലുമിനി നെറ്റ്വർക്ക് ഉണ്ട്. ആൻഡ് ഹൈലി സബ്സിഡൈസ്ഡ് എഡ്യൂക്കേഷൻ. സോ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സോ ഫസ്റ്റ് അതിനുള്ള അഡ്മിഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ IIT NIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണമെങ്കിൽ നമുക്ക് അതിനുള്ള JEE മെയിൻ എഴുതിയാൽ നമുക്ക് എന്താണ് NITയിൽ എത്താം. JEE മെയിൻ ക്ലിയർ ചെയ്തവരാണ് പിന്നെ JEE അഡ്വാൻസ്ഡ് എഴുതുക. JEE അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ പറ്റും. ആൻഡ് IISc പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലോ അത് KVPY വഴിയായിരുന്നു. ഇപ്പോൾ നമുക്ക് KVPY ഇല്ല അല്ലേ. ആൻഡ് നീറ്റ് UG ഉണ്ട്, പിന്നെ JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ്ഡ്, അങ്ങനെയാണ് അതിലേക്കുള്ള എൻട്രി വരുന്നത്. അതുപോലെ തന്നെ ISRലും JEE അഡ്വാൻസ്ഡ് വഴിയാണ്. ആൻഡ് ISIയുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് അവർ തന്നെ നടത്തുന്ന ടെസ്റ്റും ഇന്റർവ്യൂസും ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെയുള്ള എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ് യു ക്യാൻ. ബിക്കോസ് ഇവിടെയുള്ള സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സിലബസ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ അതേ ഏജ് ഗ്രൂപ്പിനോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. സോ അതുകൂടാതെ തന്നെ ഗേൾസിന് ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ഹോസ്റ്റലിന്റെ കേസ് പറഞ്ഞപ്പോൾ കണ്ടു അല്ലെ, 15 ഹോസ്റ്റൽസ് മെയിൽ കാൻഡിഡേറ്റ്സിനായിരുന്നു, 5 ഹോസ്റ്റൽസ് ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ റേഷ്യോ മനസ്സിലായി അല്ലെ. സോ ഇവിടെയുള്ള ഗേൾസിന്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്താ ചെയ്തിട്ടുണ്ട്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഒരു 20% സീറ്റ്, അതായത് ഗേൾസിന് ഓരോ IITകളിലും 20% ഗേൾസ് ഉണ്ടാവണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗേൾസിന് IIT കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും എന്താണ് ട്രൈ ചെയ്യുക. ബോയ്സിന്റെ സീറ്റ് ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല, ഗേൾസിന് അഡീഷണൽ ആയിട്ട് സീറ്റ് ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ട്? നിങ്ങൾ ആദ്യം നമ്മുടെ കോമ്പറ്റീഷൻ മനസ്സിലാക്കണം. അതായത് കേരളത്തിന്റെ പുറത്തൊക്കെ അവർ നേരത്തെ പ്രിപ്പയർ ചെയ്യണം. നേരത്തെ അവർ IIT NIT ഒക്കെ എത്താൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഇപ്പൊ 8, 9, 6th തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, 7th തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കേരളത്തിൽ എങ്ങനെയാണ് +1 +2 എത്തുമ്പോഴാണ് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ്? സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട് അറ്റ് ദി ഏർലിയസ്റ്റ്. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എനിക്ക് +1 +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ IITനെ കുറിച്ചും NITനെ കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് IITയിൽ അപ്പോൾ എത്തിപ്പെടാൻ പറ്റിയില്ല അല്ലെ. സോ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? നേരത്തെ തുടങ്ങുക.
സോ നമ്മുടെ ഇവിടെ XandYയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 8-9 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സിലബസിന്റെ ഒപ്പം തന്നെ NTSE, ഒളിമ്പ്യാഡ്, JEE, നീറ്റ് അതിനൊക്കെയുള്ള ഒരു കോച്ചിങ് കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് XandYയുടെ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുക. അപ്പോൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവും. സോ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.